അവൻ എ ഗ്രേഡ് വാങ്ങി പാസ്സാവും. വെറുതെ ആണോ ഞാൻ ഈ ലഡു മേടിച്ചേ? ആരെ കിട്ടിക്കാനാണ് ഇതുപോലെ തീട്ടപ്പണം? ഗീതു മോഹൻദാസ് ഇതുപോലെ തീട്ടപ്പണം ചന്ദ്രൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? 3 മണിക്കൂർ 20 മിനിറ്റ് തിയേറ്ററിൽ ഇരിക്കാൻ വയ്യ. നല്ല ചട്ടപ്പെട്ടേന്നായിരുന്നു കാര്യങ്ങൾ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും അടിപൊളിയാണ് സംഭവം. അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിരുന്നു പൊട്ടെന്ന് നമ്മൾ വിചാരിച്ചില്ല. ശരിക്കും സീൻ ബൈ സീൻ എങ്ങനെ പ്ലക്ക എന്ന് ഹോളിവുഡ് ലെവലിൽ ചേച്ചി തെളിയിച്ചു. എന്ത് സാധനോടന്ന് എടുത്തു വെച്ചാണത്? അല്ല മാധവേട്ടാ, റോക്കി ബായ് അല്ല, പ്ലക്കൽ ബായ് പടം. ஃபர்ஸ்ட் லுக் நல்லா இருக்கு, ட்ரெய்லர் நல்லா இருக்குன்னு கூட்டு வந்தானே. நான் தான் சொன்னனே நல்லா இருக்காது. It is an added responsibility that people are comfortable when they watch with their family, with their spouse, whatever, if they are conditioned in a certain way. മൊത്തം കുഴപ്പമാണല്ലോടാ. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മോശം എക്സിക്യൂഷൻ, മോശം കഥ, മോശം തിരക്കഥ, മോശം അഭിനയം, എല്ലാം കൊണ്ട് ഒരു മോശം ഇതാണ്. എന്റെ ബ്രില്യൻസിനനുസരിച്ചുള്ള പ്രേക്ഷകർ സിനിമയ്ക്ക് കയറിയില്ല എന്നുള്ളതാണ് വസ്തുത. നിന്റെ ബ്രില്യൻസ് കാരണം ഈ റിസോർട്ടും കൂടി പണയം വെക്കണ ഗതികേടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് മലം കെട്ടല്ല, നമുക്ക് സഹിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയെന്ന് പറയും. ഒട്ടും സഹിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഒട്ടും അവസാനമൊക്കെ അപരാധത്തിന്റെ അങ്ങേറ്റം. കുറച്ച് കാലത്തിന് ശേഷം നന്നായി ഒന്ന് ഉറങ്ങി. ഞാൻ മൂത്രമൊഴിക്കാൻ പോയിട്ട് തിരിച്ചു കേറില്ലട്ടാ. സെക്കൻഡ് ഹാഫ് എനിക്ക് കാണണ്ട. ആരെ കിട്ടിക്കാനാണ് കോടികൾ മുടക്കി ഗീതു മോഹൻദാസ് നിങ്ങൾ ഈ സിനിമ എടുത്തത്? It's very important for people to watch the film and then for the makers to talk about it. And I'm always agreeable for a conversation. എന്റെ ചങ്കിലാണ് കൊള്ളുന്നത് ഓരോരുത്തന്മാര് കളിയാക്കുമ്പോ. ആരെ കെട്ടിക്കാനാണ് വെടിവെക്കുന്നത്? എന്തെങ്കിലും മനസ്സിലാവണ്ടേ? ഒന്നും മനസ്സിലാവുന്നില്ല. യാഷ് വരുന്നു, വെടിവെക്കുന്നു. വൃത്തികെട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ് എന്നും പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുന്നത്. വല്ല തകരാറുണ്ടോ ഗീതു മോഹൻദാസിന്? വല്ല തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ട്രിപ്പിംഗ് ആണോ? നാടകത്തിന്റെ സ്ക്രിപ്റ്റാ അല്ലെ കസായ സ്ക്രിപ്റ്റ് പോരാ, സ്ക്രിപ്റ്റും പേരുമില്ല, മുഹൂർത്തില്ല. സത്യം, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. ഇനി ഇതിലെ ഡയലോഗ് ഒക്കെ കേട്ട് കഴിഞ്ഞാല് എനിക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് മാറി നിന്ന് കരയണം. ഒട്ടിട്ടിൽ ഇറങ്ങട്ടെ, നമ്മളെ പടങ്ങൾ ആൾക്കാർ ഏറ്റെടുക്കും. എടാ OTT ഇറങ്ങണമെങ്കിൽ ഇത് ആദ്യം തിയേറ്ററിൽ ഓടണം. ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഞാൻ ഈ പടം കാണില്ല. അതന്നെ വയറ്റിലുള്ള കോഴി വരെ കൂടില്ലേ? ഇന്ത്യയിലെ തന്നെ ഇത്രയും ബജറ്റ് ഇറക്കിയിട്ട് ഏറ്റവും ബജറ്റ് ഒരു കാട്ടവരാധിച്ച സിനിമ. ഉന്നോട് ഡ്രീം എന്നാ സെൽവ? മോനെ തുടിക്ക പ്ലക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ.